Even and odd functions. A function f is said to be an even function of x if f of minus x equal to f of x for all x in the domain of f. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഈവൻ ഫംഗ്ഷൻ എപ്പോഴാണ് നമ്മൾ പറയുക? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആകുമ്പോൾ, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആകുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ എന്ത് പറയുന്നു? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നു. സോ ഈവൻ ഫംഗ്ഷൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എക്സ് സ്ക്വയർ കൺസിഡർ ചെയ്യാം. സോ എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? സെയിം ആസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ? സോ ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സും എഫ് ഓഫ് മൈനസ് എക്സും സെയിം ആണ്. സോ ദിസ് ഈസ് ആൻ എക്സ് സ്ക്വയർ എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയാൽ അതിന് നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. കോസ് എക്സ് എന്താണ്? കോസ് എക്സ് ഈസ് ഓൾസോ ആൻ ഈവൻ ഫംഗ്ഷൻ. Next, a function f is said to be an odd function of x if f of minus x equal to minus of f of x for all x in the domain of f. ഓക്കെ, ഇവിടെ ഓഡ് ഫംഗ്ഷൻ ആവണമെങ്കിൽ, എഫ് ഒരു ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്താവും? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. എക്സാമ്പിളായിട്ട് നമുക്ക് എക്സ് ക്യൂബ് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ക്യൂബാണ്. ദെൻ എഫ് ഓഫ് മൈനസ് എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് എക്സ് ഹോൾ ക്യൂബ്. മൈനസ് എക്സ് ഹോൾ ക്യൂബ് എന്താണ്? മൈനസ് ഓഫ് എക്സ് ക്യൂബാണ് അല്ലേ? മൈനസ് നമുക്ക് പുറത്തൊക്കെ ബാക്കി എക്സ് ക്യൂബ് വരും. സോ മൈനസ് ഓഫ് എക്സ് ക്യൂബാണ്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഇവിടെ എന്താണ്? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ എക്സ് ക്യൂബ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഒരു റിമാർക്ക് നോക്കാം. ദർ ആർ ഫംഗ്ഷൻസ് വിച്ച് ആർ നെയ്തർ ഈവൻ നോർ ഓഡ്. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലേ, ഒന്നെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആവും അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആവും. ഒരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതർ ഈവൻ ഓർ ഓഡ് ആണ്. പക്ഷേ ഫംഗ്ഷൻസിൻ്റെ കേസസിൽ ദർ എക്സിസ്റ്റ് നമ്പേഴ്സ് വിച്ച് ആർ നെയ്തർ ഈവൻ നോർ ഓഡ്. ഓഡും അല്ലെങ്കിൽ ഓഡോ അല്ലെങ്കിൽ ഈവണോ അല്ലാത്ത ഫംഗ്ഷൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ എന്ന ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, സോ ഇവിടെ നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്താ വരിക? മൈനസ് എക്സ് ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ വരും അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് എന്താണ്? മൈനസ് ഓഫ് എക്സ് ക്യൂബ് അല്ലേ? എക്സ് ക്യൂബ് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. സോ മൈനസ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. പ്ലസ് 3x സ്ക്വയർ. പക്ഷേ ഇതിന് എഫ് ഓഫ് മൈനസ് എക്സ് നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ആണ്. പക്ഷേ ഈ എഫ് ഓഫ് മൈനസ് എക്സിനെ നമുക്ക് എഫ് ഓഫ് എക്സ് അല്ല, ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ല, ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇതിനെ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ടൊന്നും നമുക്ക് എഴുതാൻ കഴിയില്ല. സോ ഈ ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ഈസ് നെയ്തർ ഓഡ് നോർ ഈവൺ. Next ഒരു important point ആണ്. The graph of an even function is symmetric about the y-axis and the graph of an odd function is symmetric about the origin. ഓക്കെ, സോ ഒരു ഈവൻ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എന്താവും? വൈ ആക്സിസിൽ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, സോ ഒരു ഈവൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇറ്റ് വിൽ ഓൾവേസ് ബി സിമെട്രിക് അബൌട്ട് ദി വൈ ആക്സിസ്. വൈ ആക്സിസിൽ സിമെട്രിക് ആയിരിക്കും. ആൻഡ് ഓഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒറിജിൻ. ഇറ്റ് വിൽ ബി സിമെട്രിക് അബൌട്ട് ദ ഒറിജിൻ. അബൌട്ട് ദി ഒറിജിൻ അതെന്താവും? സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 പോയിൻ്റാണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വൈ ആക്സിസിന് അബൌട്ട് വൈ ആക്സിസ് സിമെട്രിക് ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അബൌട്ട് ഒറിജിൻ സിമെട്രിക് ആയിരിക്കും. Asymptotic behavior of a function. Okay. The asymptotic behavior involves infinite limits of the type limit x tends to x naught f of x equal to plus or minus infinity and limit x tends to plus or minus infinity f of x equal to L. നമ്മളൊരു ഫംഗ്ഷൻ്റെ അസിംപ്റ്റോട്ടിക് ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളവിടെ ഇൻഫിനൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആവുന്ന ഇൻഫിനൈറ്റ് ലിമിറ്റ്സും അതേപോലെ എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആവുന്ന ഈ ടൈപ്പ് ഓഫ് ലിമിറ്റും, ഇങ്ങനത്തെ 2 ഇൻഫിനൈറ്റ് ലിമിറ്റ്സിൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ, ഇത് രണ്ടുമാണ് ഈ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ്, എക്സ് നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ്. Now this function is not defined that x is equal to 1 അല്ല, x is equal to 1 ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് 0 കിട്ടും. സോ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് ദാറ്റ് x is equal to 1. Okay.
നൗ എക്സ് ഇസ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. പക്ഷേ എക്സ് ഇസ് ഈക്വൽ ടു വണ്ണിനേറ്റ് നിയർ ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിലും എന്താണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഓക്കെ, സോ ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1ൽ ഡിഫൈൻഡ് അല്ല. പക്ഷേ എക്സ് ലെസ് ദാൻ 1 പറയുന്ന പോയിന്റിലും ഡിഫൈൻഡ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന എല്ലാ പോയിന്റുകളിലും ഡിഫൈൻഡ് ആണ്. ഓക്കെ, സോ ഈ ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ 0, ദിസ് ഈസ് ദ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ വൈ ആക്സിസ്. സോ നമ്മളെ ഫംഗ്ഷൻ ഇത് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ ഈ എക്സ് ഇസ് ഈക്വൽ ടു 1ൻ്റെ ഇവിടെ നിങ്ങോട്ടുള്ള ലെഫ്റ്റിലേക്കുള്ള എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആണ്. ആൻഡ് അവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു 1ലില്ല. സോ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് ഇവിടെ നിന്നുള്ള എല്ലാ പോയിന്റും എക്സ് ഈക്വൽ ടു 1ൻ്റെ റൈറ്റിലേക്കുള്ള എല്ലാ പോയിന്റിലും എന്താണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1നും എക്സ് ലെസ് ദാൻ 1നും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് ഫോർ എക്സ് നിയർ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് വരുന്ന കേസിൽ അവിടെ ഫംഗ്ഷന് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളെ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് ബൈ 1 മൈനസ് എക്സ്, അതാണ് നമ്മളെ ഫംഗ്ഷൻ. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് എക്സ് ഇസ് എ സ്മോൾ നെഗറ്റീവ് നമ്പർ അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 1. സോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് ഈസ് 1. ഇതെങ്ങനെയാണ്? 1 ഈസ് ലെസ് ദാൻ എക്സ്. സോ 1 മൈനസ് എക്സ് എന്താണെന്ന് ഇവിടെ നിന്ന് എഴുതാം? ഈസ് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് ഇസ് എ നെഗറ്റീവ് നമ്പർ. സോ ഫോർ എക്സ് നിയർ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ന് 1 മൈനസ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് എ സ്മോൾ നെഗറ്റീവ് നമ്പർ. ഓക്കെ, 1 മൈനസ് എക്സ് ഇസ് എ സ്മോൾ നെഗറ്റീവ് നമ്പർ. നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് ബൈ 1 മൈനസ് എക്സ് ആയിരുന്നു. സോ എക്സ് ബൈ 1 മൈനസ് എക്സ് അല്ലേ, അതിൽ 1 മൈനസ് എക്സ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ്, ഒരു സ്മോൾ നെഗറ്റീവ് നമ്പറാണ് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞു. സോ ഇതെന്താണ്? ഒരു റേഷണൽ ഫംഗ്ഷൻ ആണ് അല്ലേ, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ ഡിനോമിനേറ്റർ എന്താണ്? സ്മോൾ ആണ്. ഡിനോമിനേറ്റർ സ്മോൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ റേഷണൽ ഫംഗ്ഷൻ നമുക്ക് എന്താ പറയാം? ഡിനോമിനേറ്റർ ചെറുതാവുമ്പോൾ ആ ഫ്രാക്ഷൻ എന്തായിരിക്കും? വലുതാവും അല്ലേ. ഡിനോമിനേറ്റർ വലുതാവുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഫ്രാക്ഷൻ എന്താവുക? ചെറുതായി പോവുക. സോ ഇവിടെ ഡിനോമിനേറ്റർ ചെറുതായതുകൊണ്ട് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താവും? ഇറ്റ് വിൽ ബി ലാർജ്. ആൻഡ് 1 മൈനസ് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്താവും? നെഗറ്റീവ് ആവും. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1ന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് എന്ന് കിട്ടി. ഇനി എക്സ് ലെസ് ദാൻ 1ലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണല്ലേ. സോ നമ്മൾ അടുത്തത് എക്സ് ലെസ് ദാൻ 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ എക്സ് നിയർ 1 ആൻഡ് എക്സ് ലെസ് ദാൻ 1 എടുത്തു. എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് എക്സ് എന്താ കിട്ടുക? 1 മൈനസ് എക്സ് ഈസ് എക്സ് ലെസ് ദാൻ 1 ആണ്. സോ ഈ ഇനിക്വാലിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് 1 മൈനസ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ വെൻ എക്സ് ലെസ് ദാൻ 1, 1 മൈനസ് എക്സ് ഈസ് എ സ്മോൾ പോസിറ്റീവ് നമ്പർ. ഓക്കെ, സോ 1 മൈനസ് എക്സ് സ്മോൾ പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് പറയുന്ന എക്സ് ബൈ 1 മൈനസ് എക്സ്, ഇവിടെ 1 മൈനസ് എക്സ് സ്മോൾ ആണ്. സോ എക്സ് ബൈ 1 മൈനസ് എക്സ് ഈസ് ലാർജ് അല്ല, ഡിനോമിനേറ്റർ സ്മോൾ ആയതുകൊണ്ട് ഈ ഫ്രാക്ഷൻ മൊത്തത്തിൽ എന്താവും? ലാർജ് ആവും. ആൻഡ് 1 മൈനസ് എക്സ് ഈസ് പോസിറ്റീവ്. സോ ഇത് കംപ്ലീറ്റ് എന്താവും? പോസിറ്റീവ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് വെൻ എക്സ് ലെസ് ദാൻ 1. നമുക്ക് കിട്ടിയത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ്. ആൻഡ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് എന്ന് കിട്ടി. Thus we could sketch the part of the graph of f near x is equal to 1. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? x is equal to 1, നിയർ x is equal to 1 നമുക്ക് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 1ന് പ്ലോട്ട് ചെയ്യാം. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ്. സോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1, അതായത് ഇവിടെ നിങ്ങോട്ടുള്ള എല്ലാ കേസിലും അവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്. സോ എന്താണ് ഇവിടെ ഉണ്ടാവുക അല്ലേ? എക്സ് ആക്സിസിൻ്റെ താഴെ ഇവിടെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇറ്റ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ വരും ലാർജ് എന്ന് പറയുമ്പോൾ എന്താവും? ഏറ്റവും താഴെ ഇൻഫിനിറ്റി ലാർജ് ആൻഡ് നെഗറ്റീവ് പറയുമ്പോൾ അത് എങ്ങോട്ടാണ് പോകേണ്ടത്? മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകേണ്ടത് അല്ലേ, മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകേണ്ടത്. സോ എക്സ് നിയർ എക്സിലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് അത് ലാർജ് ആൻഡ് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? വരയ്ക്കാം. ഇവിടെ വരഞ്ഞിട്ടുണ്ട്. എക്സ് 1ലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഇതെന്താവാണ്? ലാർജ് ആൻഡ്
നെഗറ്റീവ് ആവുകയാണ്. അതായത് ലാർജ് ആൻഡ് നെഗറ്റീവ് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. സോ എക്സ് ഇതേപോലെ ഇങ്ങനെ അതിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ഫംഗ്ഷനും എന്താവും ലാർജ് ആൻഡ് നെഗറ്റീവ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ലൈനിനെ ഇതൊരിക്കലും ടച്ച് ചെയ്യില്ല, അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ പോയിന്റ് ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട്, കാരണം ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1ന് ഇത് ഡിഫൈൻഡ് അല്ല, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പോയിന്റ് ഉണ്ടാവില്ല. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1ന് നമ്മളെ ഫംഗ്ഷൻ ലാർജ് ആൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, ലാർജ് ആൻഡ് നെഗറ്റീവ് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി. സോ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. എക്സ് ഈക്വൽ ടു എക്സ് 1ലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഇതാ ലാർജ് ആൻഡ് നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊരിക്കലും ഈ ലൈനിനെ ടച്ച് ചെയ്യുന്നില്ല, കാരണം എന്താണ്, എക്സ് ഈക്വൽ ടു 1ലെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഇനി നെക്സ്റ്റ് എക്സ് ലെസ് ദാൻ 1. എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ നമ്മൾ എന്താ കണ്ടത്, എഫ് ഓഫ് എക്സ് ലാർജ് ആൻഡ് പോസിറ്റീവ് ആണ്. സോ എക്സ് ലെസ് ദാൻ 1 പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് ലെസ് ദാൻ 1ൽ ഇവിടെ നോക്കും, എക്സ് ഈക്വൽ ടു 1ലേക്ക്, എക്സ് 1ലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് പോകുന്നത്, ലാർജ് ആൻഡ് പോസിറ്റീവ്. ലാർജ് ആൻഡ് പോസിറ്റീവ് പറഞ്ഞാൽ എന്താണ്, പ്ലസ് ഇൻഫിനിറ്റി അല്ലേ, ലാർജ് ആൻഡ് പോസിറ്റീവ്. സോ ഇറ്റ് ഈസ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ എക്സ് 1ലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് എന്താവും, ഇറ്റ് വിൽ ഗോ ടു പ്ലസ് ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് ഇങ്ങനെ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. പക്ഷേ ഈ ലൈന്, ഈ കേർവ് എന്തെയില്ല, ഒരിക്കലും എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ലൈനിലേക്ക് തട്ടില്ല. കാരണം എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു 1ൻ്റെ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ലാർജ് ആൻഡ് നെഗറ്റീവ്, സോ ദാറ്റ് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി. ആൻഡ് ഫോർ എക്സ് ലെസ് ദാൻ 1ന് ഫംഗ്ഷൻ എന്താണ്, ലാർജ് ആൻഡ് പോസിറ്റീവ് ആണ്. സോ ദിസ് ഗോസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഈ ലൈനിൽ നമ്മൾ ഈ കാണുന്ന എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ലൈനിലേക്ക് അടുത്തടുത്ത് വരും. പക്ഷേ ഈ ലൈനിൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല, അതൊരിക്കലും ഈ ലൈനിലേക്ക് കൂട്ടിമുട്ടില്ല. ഓക്കെ, സോ ദിസ് ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് കാൾഡ് ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഫോർ എക്സ് ബൈ 1 മൈനസ് എക്സ്. സോ ഇങ്ങനെ ഒരു ലൈന്, ഓക്കെ, എക്സ് ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നോക്കൂ, ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് അത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ലൈനിലേക്ക് അടുത്തടുത്ത് വരുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ലൈനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതേപോലെ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിൽ എക്സ് 1ലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഈ ലൈന് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ലൈനിനെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന അങ്ങനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണ് ഒരു ഫംഗ്ഷൻ. ഇവിടെ ഈ വൈ ഇസ് ഈക്വൽ ടു എഫ്, നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സിന് നമുക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിന് നമ്മൾ ആ ഫംഗ്ഷൻ്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്നാണ് വിളിക്കുക. സോ ഈ ഒരു സംഭവത്തിന് നമുക്ക് ലിമിറ്റ്സിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക്. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, ഇവിടെ എക്സ് ടെൻസ് ടു 1 പ്ലസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എക്സ് ബൈ 1 മൈനസ് എക്സ് എങ്ങോട്ടാണ് പോകുന്നത്, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക്. സോ ഇതിനെ നമുക്ക് ലിമിറ്റ്സിൻ്റെ ടേമിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ എന്താണ്, ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫും ഈ ലൈനും എന്താണ്, അടുത്തടുത്ത് വരുന്നുണ്ട്. ആൻഡ് ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും ഈ ലൈനിനോട്ട് എഫ് ഓഫ് എക്സ് അടുത്തടുത്ത് വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെ വരുന്ന വെർട്ടിക്കൽ ലൈനിനെയാണ് നമ്മൾ ഈ ഗ്രാഫിൻ്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. Next we examine the behavior of f of x equal to x by 1 minus x when x is large and positive and when x is large and negative. നേരത്തെ നമ്മൾ ആ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആയിട്ടുള്ള എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ്റെ ബിഹേവിയർ ആണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സിൻ്റെ ബിഹേവിയർ വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ്. എക്സ് ലാർജ് ആൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ആൻഡ് അതേപോലെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ബിഹേവിയർ, അതേപോലെ വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്, അതായത് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇത് രണ്ടുമാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ,
Now limit x tends to infinity f of x. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 മൈനസ് എക്സ്. നമ്മൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ബിഹേവിയറാണ് നോക്കുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എക്സ് ബൈ എക്സ് എന്താവും 1 ബൈ എക്സ്, ഇവിടെ എന്ത് വരും 1 ബൈ എക്സ് വരും, മൈനസ് എക്സ് ബൈ എക്സ്, ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെയാണ് എക്സ് ഉള്ളത് അല്ലേ. സോ 1 ബൈ എക്സിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ എന്താവും, ഇത് 0. 1 ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. സോ 1 ബൈ 0 മൈനസ് 1 എന്ന് കിട്ടും, ദാറ്റ് ഈസ് -1 അല്ലേ. സോ ഇവിടുന്ന് ആൻസർ നമുക്ക് എന്താ കിട്ടുക, -1 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് പോകുന്നത്, എഫ് ഓഫ് എക്സ് ടെൻസ് ടു -1. അതായത് നമുക്ക് ഇതിനെ പറയാം, വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ്, അതായത് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1. നമുക്ക് അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താ കിട്ടിയത്, -1. സോ വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1 എന്ന് കിട്ടി. ഇനി വേറൊരു കാര്യം കൂടി നോക്കാം. വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ്, എക്സ് വളരെ വലുതാണ്, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണല്ലേ. സോ വെൻ എക്സ് ഈസ് വെരി ലാർജ് ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്, നമുക്ക് 1 ബൈ എക്സിനെ കുറിച്ചിട്ട് എന്ത് പറയാം, 1 ബൈ എക്സ്, എക്സ് ലാർജ് ആയതുകൊണ്ട് വിച്ച് ഈസ് വെരി ലാർജ് ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇറ്റ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. 1 പോസിറ്റീവ് ആണല്ലോ. സോ എക്സും പോസിറ്റീവ് ആയാൽ 1 ബൈ എക്സ് എന്താവും, ഇറ്റ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. സോ 1 ബൈ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഇനി 1 ബൈ എക്സ് -1, ഈ ഇനീക്വാലിറ്റീൻ്റെ രണ്ട് സൈഡിലും നമ്മൾ -1 ചെയ്തു. ഓക്കെ, സോ 1 ബൈ എക്സ് -1 ഈസ് ഗ്രേറ്റർ ദാൻ 0 -1, ദാറ്റ് ഈസ് 1 ബൈ എക്സ് -1 ഈസ് ഗ്രേറ്റർ ദാൻ -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഇനീക്വാലിറ്റീൻ്റെ റെസിപ്രോക്കൽ, രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്തു എന്ന് വിചാരിച്ചു. അതായത് നമുക്കിവിടെ കിട്ടിയത് 1 ബൈ എക്സ് -1 ഈസ് ഗ്രേറ്റർ ദാൻ -1. ഇനീക്വാലിറ്റിയാണ്, ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക. അതായത് 1 ബൈ എക്സ് -1, ഇവിടെ ഇതെടുക്കുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി എന്താവും, ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ബൈ -1. 1 ബൈ -1 എന്താണ്, -1 ആണ്. സോ 1 ബൈ എക്സ് -1 ഈസ് ലെസ് ദാൻ -1 ആണെന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. നമ്മളെ ഫംഗ്ഷൻ എന്തായിരുന്നു, ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 1 ബൈ എക്സ്. നേരത്തെ ചെയ്ത പോലെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, 1 ബൈ എക്സ് -1 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് കണ്ടുവച്ചിട്ടുണ്ട്, 1 ബൈ എക്സ് -1 ഈസ് ലെസ് ദാൻ -1. നമ്മൾ അവിടുത്തെ ഇനീക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. സോ ഇവിടെ എന്താ കിട്ടിയത്, 1 ബൈ എക്സ് -1 ആണ്. സോ ഇത് നമുക്ക് എന്താ എഴുതാം, ലെസ് ദാൻ -1, ഇറ്റ് ഈസ് ലെസ് ദാൻ -1 ആണെന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടിയത്, വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1 ആണെന്ന് കിട്ടി. അതായത് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു -1 ആണെന്ന് കിട്ടി. ആൻഡ് പിന്നെ എന്തുകൂടി ഉണ്ട്, എക്സ് ലാർജ് ആൻഡ് വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ -1 ആണെന്നും കിട്ടി. ഓക്കെ, സോ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് -1ലേക്ക് പോകുന്നുണ്ട് എന്ന് കിട്ടി. ആൻഡ് എഫ് ഓഫ് എക്സ് ലാർജ് ആൻഡ് പോസിറ്റീവ് ആകുമ്പോൾ, അതായത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, ലെസ് ദാൻ -1 ആണ്, -1നേക്കാളും ചെറുതാണ്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് വരയ്ക്കാം. അപ്പം എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ആ ലൈനിൻ്റെ ബിലോ ആയിട്ടായിരിക്കും എഫ് ഓഫ് എക്സ് ഉണ്ടാവുക. അതായത് ഓക്കെ, നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. അപ്പം നമുക്കിവിടെ എഫ് ഓഫ് എക്സിനെ കുറിച്ച് കിട്ടിയ ഡീറ്റെയിൽസ്, ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ടെൻസ് ടു -1 ആണ് ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ -1. സോ എക്സ് ഇതാ ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് എന്താണ്, ഇറ്റ് ഗോസ് ടു -1, അത് -1ലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞത്. സോ -1 ഈസ് ദിസ് പോയിൻറ്റ്. അപ്പം നമ്മൾ y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞു. ഓക്കെ, y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞു. കാരണം എക്സ് അങ്ങോട്ടാണ് പോകുന്നത്, -1ലേക്കാണ് പോകുന്നത്. അത് നമ്മൾ y ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞു. അതാണ് ഈ ലൈൻ. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് ടെൻസ് ടു -1. സോ എഫ് ഓഫ് എക്സ് എന്താണ്, ഈ -1ലേക്കാണ് പോകുന്നത്. ഓക്കെ, -1ലേക്ക് പോകുന്നുണ്ട് എഫ് ഓഫ് എക്സ് നമുക്കറിയാം. ആൻഡ്
എന്തും കൂടി ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ -1. എഫ് ഓഫ് എക്സ് എന്താണ്, ലെസ് ദാൻ -1 ആണ്. സോ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ എക്സ് പോസിറ്റീവാണ്. സോ ഇവിടെ പോസിറ്റീവ് പാർട്ടിലാണ് അത് ഉണ്ടാവുക നമുക്ക് കിട്ടി. ഇനി അത് -1ലേക്കാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് എഫ് ഓഫ് എക്സ് ടെൻസ് ടു -1 എന്ന് പറയുന്നതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്താണ്, ഈ ലൈനിൻ്റെ അടുത്തേക്ക് എവിടേക്കാണ് ഉണ്ടാവുക. അതിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ -1, എഫ് ഓഫ് എക്സ് എന്താണ്, -1നേക്കാളും ചെറുതാണ്. സോ വൈ ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ ഗ്രാഫ് ലൈൻ വരഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവും, ഈ ലൈനിൻ്റെ ബിലോ ആയിട്ടാണ് ഉണ്ടാവുക. കാരണം എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ -1. സോ നമുക്കിത് മൂന്നും വെച്ചിട്ട് ഇതെങ്ങനെ പ്ലോട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇതാ, ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് എന്താണ്, വൈ ഈസ് ഈക്വൽ ടു -1 അല്ലേ. വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താണ്, -1ലേക്ക് പോകുന്നുണ്ട്. സോ എഫ് ഓഫ് എക്സ് ഇത് അവിടെ -1ലേക്ക് പോകുന്നുണ്ട്. ആൻഡ് എഫ് ഓഫ് എക്സ് എന്താണ്, ഈ വൈ ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈനിൻ്റെ ബിലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്തുണ്ട്, ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് എന്താണ്, -1ലേക്ക് പോകുന്നുണ്ട് അല്ലേ, -1ലേക്കാണ് പോകുന്നത്. ആൻഡ് എഫ് ഓഫ് എക്സ് എന്താണ്, ലെസ് ദാൻ -1. പക്ഷേ അത് -1ലേക്ക് പോകുന്നുള്ളൂ, -1ലേക്ക് എത്തുന്നില്ല. എഫ് ഓഫ് എക്സ് എന്താവും, -1നേക്കാളും എപ്പോഴും ലെസ് ദാൻ -1 ആയിരിക്കും. അതാണ് എഫ് ഓഫ് എക്സ് ഈ വൈ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈനിൻ്റെ താഴെയായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഈ എഫ് ഓഫ് എക്സിൻ്റെ കേവും വൈ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനും എന്ത് ചെയ്യില്ല, ഒരിക്കലും കൂട്ടിമുട്ടില്ല. കാരണം എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ലെസ് ദാൻ -1. പക്ഷേ അത് ഇറ്റ് അപ്രോച്ചസ് -1, അത് -1നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. പക്ഷേ ഇത് ഒരിക്കലും -1ലേക്ക് എത്തില്ല, കാരണം എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ലെസ് ദാൻ -1. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ് ലാർജ് ആൻഡ് പോസിറ്റീവ് ആകുമ്പോൾ ഉള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് എക്സ് ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ് എന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് എക്സ് ബൈ 1 - എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി. നമ്മൾ നേരത്തേക്ക് ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 1/(1/x - 1) ദാറ്റ് ഈസ് ഈക്വൽ ടു -1. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും എന്താണ്, -1 ആണ്. സോ വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്, അതായത് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1. സോ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1. ഫർദർമോർ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/x എഫ് ഓഫ് എക്സ് എന്താണ്, -1 ലെസ് ദാൻ -1 ആണോ ഗ്രേറ്റർ ദാൻ -1 ആണോ എന്ന് നോക്കുന്നത്. സോ ഇവിടെ 1/x ഈസ് ലെസ് ദാൻ 0. ഇവിടെ എക്സ് എന്താണ്, നെഗറ്റീവ് ആണ്. സോ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് 1/x എന്താവും, ലെസ് ദാൻ 0 ആയിരിക്കും. 1/xഉം നെഗറ്റീവ് ആവും. 1/x ഈസ് ലെസ് ദാൻ 0. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇനിക്വാലിറ്റീൻ്റെ രണ്ട് സൈഡിലും -1 ചെയ്യുക. സോ 1/x - 1 ഈസ് ലെസ് ദാൻ 0 - 1 ദാറ്റ് ഈസ് -1 ആണെന്ന് കിട്ടി. ഇനി വീണ്ടും ഇവിടെ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലോ, നേരത്തെ പോലെ തന്നെ വീണ്ടും ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 1/x - 1 അതായത് 1/(1/x - 1) ലെസ് ദാൻ മാറി എന്താവും, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ആവും. ഗ്രേറ്റർ ദാൻ 1/(-1) ദാറ്റ് ഈസ് -1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 1 - എക്സ് ആണ്. സോ അതിനെ നമുക്ക് 1/(1/x - 1) എന്ന് എഴുതാം. ആൻഡ് ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്, 1/(1/x - 1) ഈസ് ഗ്രേറ്റർ ദാൻ -1. സോ അതിവിടെ കൊടുത്താൽ ഗ്രേറ്റർ ദാൻ -1 എന്ന് കിട്ടും. സോ വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്, അതായത് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താണെന്ന് കിട്ടി, എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -1. സോ നമുക്ക് എന്തൊക്കെ കിട്ടിയത്, വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്, അതായത് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1. എഫ് ഓഫ് എക്സ് എവിടേക്ക് പോകുന്നുണ്ട്, -1ലേക്ക് പോകുന്നുണ്ട്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -1. എഫ് ഓഫ് എക്സ് എന്താണ്, ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ -1 വെൻ എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി. സോ ഇത് വെച്ചിട്ട് നമുക്ക് വീണ്ടും പ്ലോട്ട് ചെയ്യാം ഗ്രാഫിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് വൈ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈൻ. സോ വെൻ എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി, സോ എക്സ് -ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് എവിടേക്കാണ് പോകുന്നത്, എഫ് ഓഫ് എക്സ് ഇതാ -1ലേക്ക് പോകുന്നുണ്ട്. ആൻഡ് എഫ് ഓഫ് എക്സ് എന്താണ്, ഓൾവേസ് ഗ്രേറ്റർ ദാൻ -1. എഫ് ഓഫ് എക്സ് -1നേക്കാളും ഗ്രേറ്റർ ദാൻ -1 ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്താവും, വൈ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലായിട്ടായിരിക്കും വരിക. സോ എൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അത് -1ലേക്ക് പോകുന്നു ആൻഡ് വൈ ഈക്വൽ ടു -1 എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ മുകളിലായിരിക്കും. കാരണം എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -1. സോ ഇതാണ് ഗ്രാഫ് വരിക.
ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ -1 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഒരിക്കലും ഈക്വൽ ടു -1 ആവുന്നില്ല. സോ ഈ കേർവ് എന്തെയില്ല, ഒരിക്കലും ഈ സ്ട്രേറ്റ് ലൈൻ y ഈക്വൽ ടു -1 ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അത് അതിലേക്ക് അടുത്തടുത്ത് വരും, പക്ഷെ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി -1 അടുത്തടുത്ത് വരും, പക്ഷെ ഒരിക്കലും അതിനുമായിട്ട് കൂട്ടിമുട്ടില്ല. സോ this line y minus 1 is called the horizontal asymptote for f. So നമ്മളെ ഫംഗ്ഷൻ എഫിൻ്റെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ് y is equal to -1. ഓക്കെ, സോ നമ്മളിവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും കണ്ടു. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് പറയുമ്പോൾ എക്സ് ടെൻസ് ടു 1 ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് എക്സ് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഒരു വെർട്ടിക്കൽ ലൈനുമായിട്ട് അത് അടുത്തടുത്ത് വരിക, ബട്ട് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ലൈനിനെ നമ്മൾ അതിൻ്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയും. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് പറഞ്ഞാൽ ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി, എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് ഒരു ഹൊറിസോണ്ടൽ ലൈനുമായിട്ട്, ഒരു പെർട്ടിക്കുലർ ലൈൻ ഒരു ഹൊറിസോണ്ടൽ ലൈനിലേക്ക് അടുത്തടുത്ത് വരികയാണെങ്കിൽ ആ ലൈനിനെ നമ്മൾ അതിൻ്റെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയും. ഒരിക്കലും ഈ നമ്മളെ ഫംഗ്ഷൻ്റെ കേർവ് എന്തെയില്ല ആ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് കൂട്ടിമുട്ടില്ല. അങ്ങനത്തെ ലൈനെയാണ് അതിൻ്റെ അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത്.